കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ അടുത്ത ആഴ്ച ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ച നമ്മൾ കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ് സംഭവിക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിനെ അറക്കൽ കുടുംബത്തിൽ നിന്ന് രാധികാമെ അതോടൊപ്പം തന്നെ ഗോവിന്ദു അടിച്ചു പുറത്താക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രഞ്ജുവും ഗീതവും തമ്മിൽ ഉഗ്ര ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി ഗോവിന്ദൻ നേർക്ക് നേർ പോരാട്ടം നടക്കുവാണ്. ആ നടത്തുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് വരികയും ഗീതു ഇതൊക്കെ കാണാനും കേൾക്കാനും ഇടയാവുകയും ചെയ്തു. പക്ഷെ ഗീതുവിന് കുറച്ചൊക്കെ കിട്ടുള്ളൂ. ഇവർ തമ്മിലുള്ള സംസാരത്തിന് ഫുള്ള് കിട്ടിയില്ല. അപ്പൊ ഗീതുവിന് അറിയില്ല ഇവർ തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. പക്ഷെ ഗീതു അത് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് വിജയലക്ഷ്മി വീണ്ടും ഗോവിന്ദനെ വന്ന് കാണുന്നുണ്ട്. ഗോവിന്ദനെ വന്ന് കണ്ടിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് രഞ്ജുവിനെ അറക്കൽ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അവളുടെ ജീവൻ ആപത്താന്ന്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് ഗോവിന്ദ് തയ്യാറായില്ല. ഗോവിന്ദന് തന്നെ രണ്ടാനമ്മന് അത്രമാത്രം വിശ്വാസമായിരുന്നല്ലോ. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. ഗീതുവിന് രഞ്ജുവിനെ കാണുമ്പം വല്ലാത്തൊരു വീർപ്പുമുട്ടല്. ഗോവിന്ദും രഞ്ജുവും തമ്മിൽ അടുത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഗീതു അങ്ങോട്ട് പറഞ്ഞു ചെല്ലും. ഒരു ഭാര്യയുടെ സ്വാതന്ത്ര്യം എല്ലാം എടുത്തുകൊണ്ട് രഞ്ജുവിനെ അവിടെ നിന്ന് എങ്ങനെ പറപ്പിക്കാന്നാ നോക്കുന്ന ഗീതു. അപ്പൊ ശരിക്കും പറഞ്ഞ നാത്തുമ്പരെ രഞ്ജുവിനറിയാം ഗോവിന്ദ് തന്റെ ആങ്ങളെയാന്നുള്ള സത്യം. പക്ഷെ ഗീതുവിന് അറിയില്ലോ. ഗീതുവിന് നല്ല അറക്കൽ കുടുംബത്തിന് ആർക്കും അറിയത്തില്ലത്. ബാക്കി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് രാധികാമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗീതുവിനേക്കാളും വലിയ ശത്രു അവൾ രഞ്ജുവായിരിക്കും. കാരണം രഞ്ജു ആണെങ്കിൽ അപ്പം അടുത്ത അവകാശി. ഗോവിന്ദന് എന്തെങ്കിലും സംഭവിച്ചാലോ ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ രഞ്ജു ആയിരിക്കും അടുത്ത അവകാശി ഈ സ്വത്തിന്റെ അല്ല. അത് രാധികാമയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ തന്റെ കൈ കിട്ടിയ തെളിവുകളൊക്കെ ഗീതുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു, വരുണിനെ കൊടുക്കാനുള്ള. അപ്പൊ വരുണ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുക്കള കുടുംബത്തിൽ എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുക, അതിനുള്ള തെളിവ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണ് കിഷോറും കൊണ്ടുവന്ന് തെളിവുകളൊക്കെ ഹാജരാക്കുന്നത്. അപ്പൊ ഇതൊക്കെ വാങ്ങിയാൽ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ല കമ്പനിയിലേക്ക്. ആ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ തിരിമറി നടത്തി പിന്നെ ഓരോ പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് ഡീലിങ്സ് ചെയ്യുന്നതിന്റെ അതിന്റെ എല്ലാം രേഖകളും കാര്യങ്ങളും ആ ചതിയുടെയും വഞ്ചനയും രേഖകളും കാര്യങ്ങളൊക്കെയാണ് കിഷോർ ഗീതുവിന് കൈമാറിയിരുന്നത്. അങ്ങനെ ഗീതു എന്ത് ചെയ്യുവാണ്, ആ രേഖകളെല്ലാം നേരെ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഗോവിന്ദനെ കാണിക്കുന്നുണ്ട്. ഗോവിന്ദനെ കാണിച്ച് ഗോവിന്ദനത് ബോധ്യപ്പെട്ടു, വരുണിന്റെ ചതി ബോധ്യപ്പെട്ടു. ആദ്യം ഗോവിന്ദനെ അടിക്കുന്ന രാധികാമയാണ്. രാധികാമ അവന്റെ കർണം അടിച്ചു പോയിക്കുകയാണ്. ഒരിക്കലും രാധികാമ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല വരുണിന്റെ അടുത്തുനിന്ന്. വരുണിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദന് നേരെ നിന്റെ കൈ ഉയരല്ല, അതോടൊപ്പം തന്നെ കമ്പനിക്കെതിരായിട്ട് നീ പ്രവർത്തിക്കുകയും ചെയ്യരുത്. കാരണം ഈ കമ്പനി ഇത്രമാത്രം കെട്ടിപ്പോയിക്കൊണ്ട് വരാനായിട്ട് ഗോവിന്ദ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീയായിട്ട് കമ്പനിക്ക് ഒരു ദുഷ്പരം ഉണ്ടാക്കരുത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അതൊന്നും വരുണ് കേട്ടില്ല. വരുണും സുവർണ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ് ആ വലിയ കളികളൊക്കെ കളിച്ചത്. പക്ഷെ കള്ളക്കളികളൊക്കെ അവള് അവസാനം വിളിച്ചെത്താവുകയാണ്. പിന്നീട് രാധികാമ അവനെ അടിച്ചു പുറത്താക്കുക. പിന്നെ ഗോവിന്ദ് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും നീ ഇത്ര തരം താഴെ പ്രവർത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വരുണെ. നീ കൂടത്ത് നിന്നിട്ട് ചതിക്കുമായിരുന്നില്ലേ? കൂടത്ത് നിന്ന് ചതിച്ചാൽ ശിക്ഷ എന്താണെന്നറിയാവോ? എനിക്ക് ഒരിക്കലും ആ തെറ്റ് പൊറുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വരുണിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഈ സമയത്ത് പാവൻ രേഖയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വരുണ് കിട്ടേണ്ട തന്നെയാണ് കിട്ടിയത്. പക്ഷെ വരുണിനെ ഇറക്കി വിട്ടിട്ടുണ്ട്, പിന്നെ രേഖ എന്ത് ചെയ്യും? പക്ഷെ രേഖ വരുണിന്റെ ഒപ്പം പോയില്ല. രേഖ അവിടെ തന്നെ നിൽക്കുകയാണ്. വരുൺ പ്രതീക്ഷിച്ചു രേഖ കൂടെ ചെല്ലൂന്ന്. പക്ഷെ രേഖ പോയില്ല. രേഖയ്ക്ക് എല്ലാം പോകേണ്ട ആവശ്യമില്ലല്ലോ. അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന പോലില്ല. വരുണിന് എപ്പോഴും മുഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവർണയായിരുന്നു. രേഖയുടെ മുന്നിൽ കൂടെ പോലും സുവർണ കൂടെ വരുണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയുള്ളിടത്ത് രേഖയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് ശേഷം കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി വരുന്നുണ്ട് അറക്കൽ വീട്ടിലേക്ക്. അറക്കൽ വീട്ടിലേക്ക് വിജയലക്ഷ്മിയുടെ വരവ് വെറുതെ അല്ല. കാരണം അവരെ വെല്ലുവിളിക്കാൻ, രാധികാമനെ വെല്ലുവിളിക്കാനുള്ള വരവാ വിജയലക്ഷ്മി വരുള്ളൂ. വിജയലക്ഷ്മിക്ക് അറിയാം ഇനി രഞ്ജു ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് ആപത്താന്നുള്ളത്. അപ്പം രഞ്ജുവിനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് വിജയലക്ഷ്മി അങ്ങോട്ട് വരുന്നത് തന്നെ. പക്ഷെ രഞ്ജു അറക്കൽ പേട്ടി വല്ലാതെ ഹാപ്പിയിൽ മൂഡിലായിരുന്നു. ഗോവിന്ദ ഉള്ളതുകൊണ്ട് രഞ്ജുവിന് അത്ര കാര്യമായിട്ട് കെയർ ചെയ്തോണ്ടിരുന്നേ. ഗോവിന്ദനറിയാം രഞ്ജുവിന് അസുഖത്തെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അങ്ങനെ കെയർ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാം ഗീത് സംശയിക്കുകയോ ചെയ്യുന്നത്. യോഗ ചെയ്യാൻ പോകുന്ന സമയത്താണ് രഞ്ജുവിന്റെ ഒപ്പം ഇരുന്ന് യോഗ ചെയ്യാനായിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് അങ്ങോട്ട് ഗീത് വരുന്നുണ്ട്. അങ്ങനെ ഗീത് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവസരം ഒന്നും രണ്ടും പറഞ്ഞ് രഞ്ജുവിനെ അവിടെ നേപ്പിച്ച് വിടുന്നുണ്ട്. രഞ്ജുവിന് അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. രഞ്ജുവിന് നേരത്തെ ഗീതിന് ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം വിജയലക്ഷ്മിയുമായിട്ടുള്ള കൂട്ടുകെട്ട് മൂലമാണ് രഞ്ജു ഗീതുവിനെ വെറുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ വിജയലക്ഷ്മിയുടെ ഉള്ളില്
സത്യസന്ധത ഉണ്ടായിരുന്നു, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള സത്യം ഇവരാരും മനസ്സിലാക്കുന്നില്ല. അവർക്ക് പറയാനുള്ള കഥകൾ പോലും ഇവര് കേട്ടില്ല എന്ന് വരെ. ഇവരുടെ ഭാഗം മാത്രമേ ന്യായീകരിക്കുന്നുള്ളൂ. വിജയലക്ഷ്മി അങ്ങനെ ഗോവിന്ദനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്കതായ ഒരു കാരണം കാണും, ഇല്ലാതെ പോകത്തില്ല. പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി വന്നിട്ട് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രഞ്ജു പോകുന്നില്ല. രഞ്ജുവിനാണെങ്കിൽ രഞ്ജുവിന്റെ കാമുകനും തന്നെയും തമ്മിൽ അകറ്റിയത് വിജയലക്ഷ്മിയാന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു. പിന്നീട് വിജയലക്ഷ്മി ധ്യാനിനെ വിളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രഞ്ജുവിന്റെ കാമുകന്റെ പേരാണ് ധ്യാന്. ധ്യാനിനെ വിളിച്ച് രഞ്ജു സംസാരിക്കുന്നുണ്ട് ധ്യാനുമായിട്ട്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രഞ്ജുവിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നുണ്ട് വിജയലക്ഷ്മിയുമായിട്ടുള്ള. അപ്പൊ താൻ എത്രമാത്രം തന്റെ അമ്മേനെ ഇത്ര നാൾ അകറ്റി നിർത്തി, അപ്പൊ താൻ ഏറ്റവും വലിയ ദ്രോഹം അമ്മയോട് ചെയ്തേ, അങ്ങനെ ഒരു ചിന്തയൊക്കെ രഞ്ജുവിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഏകദേശമൊക്കെ കാര്യങ്ങൾ പകുതി കലങ്ങി മറിയുവാണ്. വരുണിനെ പൊക്കിയതോടുകൂടി ഗോവിന്ദന് ഒരു കാര്യം ഉറപ്പായി, ഗീതുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഗീതു ഇത്രയും കാലം തന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഈ കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തന്റെ മുന്നിൽ അറിയിക്കാൻ ശ്രമിച്ചെങ്കിൽ അതൊന്നും ഗോവിന്ദ് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. പക്ഷെ വരുണിനെ പൊക്കുന്നതോടുകൂടി ഗോവിന്ദന്റെ ഉള്ളിലെ പല സംശയങ്ങളും അങ്ങനെ മറന്നേക്ക് പുറത്തു വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഗീതു അറിയാൻ പോവാണ് രഞ്ജു സഹോദരി എന്നുള്ള സത്യം. അധികം വൈകാതെ തന്നെ അറിയും. പക്ഷെ ഈ സമയത്ത് രാധികാമ്മയാണ് ശരിക്കും പെട്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാധികാമ്മ അവർ നമ്മൾ റിലേഷൻ അറിഞ്ഞു കഴിയുമ്പോൾ രാധികാമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം അത്. പിന്നീട് രാധികാമ്മ രഞ്ജുവിനെ ഇല്ലാതാക്കാനായിട്ട് നോക്കും. ഗീതുവിനേക്കാളും എത്രയും മുമ്പ് ഇല്ലാതാക്കേണ്ട ആള് രഞ്ജു എന്നുള്ള സത്യം രാധികാമ്മ തിരിച്ചറിയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.